In this video, we will be discussing on the topic green engineering. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5-ലെ ഒരു സ്പെസിഫിക് ടോപ്പിക്കാണ് ഈ പറഞ്ഞ ഗ്രീൻ എൻജിനീയറിങ്. അപ്പം ദിസ് ഇസ് എൻ ഇൻറ്റൻഷണൽ അപ്രോച്ച് ടുവേർഡ് സസ്റ്റൈനബിലിറ്റി ഫോക്കസിങ് ഓൺ. അതിനകത്ത് 4 സെറ്റ്സ് ഓഫ് കാര്യമാണ് പറയുന്നത്. വേസ്റ്റ് മിനിമൈസേഷൻ, പൊല്യൂഷൻ പ്രിവെൻഷൻ, കൺസേർവിംഗ് റിസോഴ്സസ് ആൻഡ് ഫൈനലി മാനുഫാക്ചറിങ് എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്നത് ഡിസൈൻ, കൊമേഴ്സ്യലൈസേഷൻ, യൂസ് ഓഫ് പ്രൊഡക്ട്സ്, പ്രോസസ്സസ്, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ എക്കണോമിക്കലി ഫീസിബിൾ ആൻഡ് നമ്മുടെ മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എൻവയോൺമെൻറ്റിൽ വരുന്ന ഇമ്പാക്റ്റ് അതിൻ്റെ ലൈഫ് സ്പാനിൽ ഏറ്റവും കുറച്ച് കൊടുക്കുക. ഇതായിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രീൻ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്ത് വരുന്ന നമ്മുടെ മെയിൻ ഫോക്കസ് പോയിന്റ്. അപ്പം ഈ പറഞ്ഞ വെറുതെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം വെറും ഗോൾസ് ആയിട്ടല്ല പറയുന്നത്, പക്ഷേ ഒരു സെറ്റ് ഓഫ് മെത്തഡോളജിയാണ് എങ്ങനെ ഈ പറഞ്ഞ് നമുക്ക് സസ്റ്റൈനബിലിറ്റി നമുക്ക് പറഞ്ഞ പോലെ അക്കംപ്ലിഷ് ചെയ്യാം എന്നൊരു രീതിയിലാണ് ഈ പറഞ്ഞ 12 കൂട്ടം പറഞ്ഞ പോയിന്റ്സ് ഈ പറഞ്ഞ ഗ്രീൻ ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഈ പറഞ്ഞ മുകളിൽ ഇരിക്കുന്നത്. വേസ്റ്റ് മിനിമൈസേഷൻ, പൊല്യൂഷൻ പ്രിവെൻഷൻ, കൺസേർവിംഗ് റിസോഴ്സ് ആൻഡ് ഫൈനലി മാനുഫാക്ചറിങ് എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ എൻജിനീയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റാണ് പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ കൺസെപ്റ്റ് ഓഫ് ഗ്രീൻ എൻജിനീയറിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോൾ ആൻഡ് ജൂലി 2003 പറഞ്ഞ പോലെ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു ടേമാണ് ഈ പറഞ്ഞ ഗ്രീൻ എൻജിനീയറിംഗ്. അതിനകത്ത് തന്നെ ഈ പറഞ്ഞ ഫ്രെയിം വർക്ക് തന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 12 പ്രിൻസിപ്പിൾസിന് ബേസിലാണ് എങ്ങനെ ഈ പറഞ്ഞ പോലെ സയൻറ്റിസ്റ്റുകൾക്കും എൻജിനീയേഴ്സിനും ഡിസൈനിങ്, മെറ്റീരിയൽസ്, പ്രോഡക്ട്സ്, പ്രോസസ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൻസിനും എൻവയോൺമെൻറ്റിനും എങ്ങനെ മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാം എന്നൊരു പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രീൻ എൻജിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾസും മാക്സിമം എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ് ആൻഡ് മിനിമൈസ് വേസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഇതെല്ലാമായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പോൾ 12 പ്രിൻസിപ്പിൾസ് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും പറയാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് designers need to strive to ensure that all material and energy inputs and outputs are as inherently non-hazardous as possible. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ഡിസൈനേഴ്സ് ചിന്തിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പ്രോഡക്ട്സ്, പ്രോസസ്സസ്, സിസ്റ്റംസ് എല്ലാം എൻവയോൺമെൻ്റലി നോൺ ഹസാർഡസ് ആയിരിക്കണം. ഹസാർഡസ് ആയിട്ടുള്ള ഇൻപുട്സും ഔട്ട്പുട്സും ഒന്നും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്രീൻ എൻജിനീയറിംഗ്. സെക്കൻഡ് പ്രിൻസിപ്പിളാണ് it is better to prevent waste than to treat or clean up waste after it is formed. അപ്പം എപ്പോഴും ഓർക്കുക, ഈ പറഞ്ഞ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെ ക്ലീൻ ചെയ്യുന്നേ അല്ലെ അതിനെ പറഞ്ഞ ട്രീറ്റ് ചെയ്യുന്നേ നല്ലത്. വേസ്റ്റ് ഫോർമേഷൻ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ പിന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റ് ക്ലീനിങ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതായിരിക്കും പ്രിൻസിപ്പിൾ 2 ഓഫ് ഗ്രീൻ എൻജിനീയറിംഗ്. ഇറ്റ് ഇസ് ബെറ്റർ ടു പ്രിവെൻറ്റ് വേസ്റ്റ് ദാൻ ടു treat or clean up waste after it is formed. അതാണ് പ്രിൻസിപ്പിൾ 2. ഈ പ്രിൻസിപ്പിൾ 3 പറയുന്നത് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓപ്പറേഷൻസ് ഷുഡ് ബി ഡിസൈൻ ടു മിനിമൈസ് എനർജി കൺസംഷൻ. അപ്പം നമ്മുടെ ഏത് പ്രോസസ് എടുത്തെന്ന് പറഞ്ഞാലും ഫൈനലി സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും നമ്മൾ കുറേയേറെ ഇൻപുട്ട് എനർജി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ യൂസ് കൊടുക്കാറുണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ടും നമ്മുടെ ഡിസൈൻസ് അപ്രോപ്രിയേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും വേണ്ടിയുള്ള എനർജി കൺസംഷൻ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് സെപ്പറേഷനും ഈ പറഞ്ഞ പ്യൂരിഫിക്കേഷനും ചെയ്യുക മാക്സിമം. അപ്പോൾ അത് വരാത്ത രീതിയിലുള്ള ഡിസൈൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഈ പറഞ്ഞ എനർജി കൺസംഷൻ കുറയ്ക്കാൻ പറ്റും. പ്രിൻസിപ്പിൾ 4 ആണ് പ്രൊഡക്ട്സ്, പ്രോസസ് ആൻഡ് സിസ്റ്റംസ് ഷുഡ് ബി ഡിസൈൻ ടു മാക്സിമൈസ് മാസ്, എനർജി, സ്പേസ് ആൻഡ് ടൈം എഫിഷ്യൻസി. അപ്പം നമുക്കറിയാം ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ ഇഫ് എ സിസ്റ്റം ഇസ് ഡിസൈൻഡ് used or applied at less than maximum efficiency, റിസോഴ്സസ് എപ്പോഴും ഈ പറഞ്ഞ റിസോഴ്സസിൻ്റെ വേസ്റ്റേജ് കൂടുകയാണ്. അപ്പം മാക്സിമം എഫിഷ്യൻസി ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു എഫിഷ്യൻസി മാക്സിമത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത് പറഞ്ഞാലും സ്പേസ് ആൻഡ് ടൈം ഇഷ്യൂസ് എപ്പോഴും കൺസിഡർ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു മെറ്റീരിയൽസ്, എനർജി ഫ്ലോ ടു എലിമിനേറ്റ് വേസ്റ്റ്. അപ്പോൾ ഈ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ മാക്സിമൈസ് ചെയ്യേണ്ടത് മാസ്, എനർജി, സ്പേസ് ആൻഡ് ടൈം എഫിഷ്യൻസി ആയിരിക്കും നമ്മളെപ്പോഴും ഗ്രീൻ എൻജിനീയറിംഗിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ 4. ഈ പ്രിൻസിപ്പിൾ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ
Products, processes and systems should be output pushed rather than input pushed through the use of energy and materials. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഒരു സിസ്റ്റം പെട്ടെന്ന് ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ആ പറഞ്ഞ സ്ട്രെസ്സിനെ റിലീവ് ചെയ്ത് പഴയ എക്വിലിബ്രിയത്തിലേക്ക് പോകാൻ ശ്രമിക്കും എന്നൊരു കേസുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇത്രയും പറയാനുള്ളൂ. അതായത് നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും ഇൻപുട്ടിന് എത്ര ഔട്ട്പുട്ട് വരിക. അപ്പം ഈ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ മാക്സിമം ചെയ്ത് പോവുക, ഇൻ്റർമീഡിയറ്റായിട്ട് ഗ്യാപ്പ് ഇട്ട് ചെയ്യാതെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും മാക്സിമം ഇൻപുട്സും അതേപോലെ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അതിന് പകരമായിട്ട് അല്ലാത്ത ഇൻ്റർമീഡിയറ്റും രീതി ചെയ്യുന്നത് നല്ല രീതി പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഔട്ട്പുട്ട്സ് കണ്ടിന്യൂസ്ലി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ പെട്ടെന്ന് ഈ പറഞ്ഞ വർക്ക് തീർക്കും. അതേപോലെ ഈ പറഞ്ഞ പോലെ മിനിമൈസിങ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസിൻ്റെ യൂസേജ് ചിലപ്പോൾ കുറയും. മാക്സിമം നമ്മൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ചെയ്യുവാണെങ്കിൽ ഇൻ്റർമീഡിയറ്റിനെക്കാളും നല്ലത് പെട്ടെന്ന് ഈ പറഞ്ഞ ഇൻപുട്സ് വരുന്ന മുറയ്ക്ക് തന്നെ ഔട്ട്പുട്ട് പ്രൊഡക്ട്സിലേക്ക് എത്തി ആ പറഞ്ഞ ഒരു സ്ട്രെസ് എക്സ്ട്രാ വന്ന സ്ട്രെസ് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് വിടുന്ന ഒരു കേസാണ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ 5. ഓക്കെ, ഔട്ട്പുട്ട് പുൾഡ് ഇൻപുട്ട് പുഷ്ഡ്, ആ രീതിയിലൊന്ന് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രീൻ എഞ്ചിനീയറിംഗ് വരുന്നത്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ embedded entropy and complexity must be viewed as an investment when making design choices on recycle, reuse or beneficial disposition. അതായത് കോംപ്ലക്സിറ്റി കൂടുമ്പോഴത്തേനും എക്സ്പെൻഡിച്ചർ കൂടും. അപ്പം നമുക്ക് ഈ പറഞ്ഞ മെറ്റീരിയലിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ റീസൈക്കിൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴുള്ള ഈ പറഞ്ഞ കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് പ്രിൻസിപ്പിൾ 6 വരുന്നത്. ഓക്കെ, ഇനി ഇപ്പം പ്രിൻസിപ്പിൾ 7 വരുന്നത് ടാർഗറ്റഡ് ഡ്യൂറബിലിറ്റി ആൻഡ് നോട്ട് ഇമ്മോർട്ടാലിറ്റി ഷുഡ് ബി ഡിസൈൻ ഗോൾ. ഓക്കെ, ഓരോ പ്രൊഡക്ട്സിനും ഒരു പർട്ടിക്കുലർ ടൈം സ്പാൻ വെക്കുക ആ ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊഡക്ട്സിൻ്റെ യൂസേജ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ഒരു ഉപയോഗവും ഇല്ലാത്തയും ആയിട്ടൊരു പ്രൊഡക്റ്റായിട്ട് മാറത്തില്ല. ഓക്കെ, അപ്പം ഡിസൈൻ ഗോൾസ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഒരു ടൈം സ്പാൻ കൺസിഡർ ചെയ്യുക. അപ്പം ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബാക്കി ടൈം സ്പാൻ കഴിയുമ്പോഴത്തേക്കും നമുക്കത് റീസൈക്കിൾ ചെയ്യുമോ അല്ലെങ്കിൽ രീതിയിലും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ യൂസ്ലെസ് ആയിട്ടൊരു പ്രൊഡക്റ്റായിട്ട് റെൻഡർ ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞൊരു പ്രൊഡക്റ്റ്. പ്രിൻസിപ്പിൾ 8 ഡിസൈൻ ഫോർ അൺനെസസറി കപ്പാസിറ്റി ഓർ കേപ്പബിലിറ്റി ഷുഡ് ബി കൺസിഡേർഡ് എ ഡിസൈൻ ഫ്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈസ് എല്ലാത്തിനും ഫിറ്റ് ആവും എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് തെറ്റാണ്. ഓവർ ഡിസൈൻ അൺറിയലിസ്റ്റിക് ഈ പറഞ്ഞ പോലെ കണ്ടീഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോന്നിനും ഈ പറഞ്ഞ പോലെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ ഡിസൈൻ കപ്പാസിറ്റിക്കും പുറത്ത് അൺനെസസറി ആയ ഡിസൈൻ കപ്പാസിറ്റീസും വരെ കേപ്പബിലിറ്റീസും ഉണ്ടെന്ന് പറയാതിരിക്കുക. അതൊരു ഡിസൈൻ ഫ്ലോ ആണ്. ഒരു സൈസ് എല്ലാവർക്കും ഫിറ്റ് ആവുമെന്ന് പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓവർ ഡിസൈനും അൺറിയലിസ്റ്റിക് കണ്ടീഷൻസ് നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റത്തിലേക്ക് കൊടുക്കാതിരിക്കുക, അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് പ്രിൻസിപ്പിൾ 8 ഓഫ് ഗ്രീൻ എഞ്ചിനീയറിംഗ്. ഈ പ്രിൻസിപ്പിൾ 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി ഇൻ മൾട്ടിപ്പിൾ കമ്പോണൻറ്റ് പ്രൊഡക്ട്സ് ഷുഡ് ബി മിനിമൈസ് ടു പ്രൊമോട്ട് ഡിസ്അസംബ്ലി ആൻഡ് വാല്യൂ റിട്ടൻഷൻ. അതായത് ഇപ്പം ഒരു നമ്പർ ഓഫ് ഐറ്റംസ് ചേർന്ന് വരുന്നൊരു പ്രൊഡക്റ്റ്, അതായത് മൾട്ടിപ്പിൾ കമ്പോണൻറ്റ് പ്രൊഡക്ട്സ്, കാറോ കമ്പ്യൂട്ടറോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ മാക്സിമം ഡൈവേഴ്സിറ്റി മെറ്റീരിയൽസ് ആണെങ്കിൽ ഈ പറഞ്ഞ് നമുക്ക് ഡിസ്അസംബ്ലി, അതായത് നമുക്ക് യൂസേജ് കഴിയുമ്പോഴത്തേനും ഓരോരോ പാർട്സായിട്ട് മാറ്റുമ്പോഴത്തേനുള്ള ഒരു യൂസേജ് വളരെ കുറവായിരിക്കും. പക്ഷേ ഒരു മോണോ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്ട്രാറ്റജി ആണെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ നമുക്ക് മൾട്ടി കമ്പോണൻറ്റ് യൂണിറ്റ്സ് തന്നെ, പക്ഷേങ്കിൽ മോണോ മെറ്റീരിയൽ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റീസൈക്കിൾ അല്ലെങ്കിൽ റീയൂസ് പോയിന്റ് ഓഫ് ലൈഫിൽ നമുക്കിത് ഇച്ചിരൂടെ എളുപ്പമായിരിക്കും. പക്ഷേ നമ്പർ ഓഫ് ഐറ്റംസ് മാറിക്കഴിയുമ്പോഴത്തേനും അത്രയും കൂടെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും റീസൈക്കിൾഡും റീയൂസിനും. അതാണ് ഈ പറഞ്ഞ മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി പറ്റി പ്രിൻസിപ്പിൾ 9 ഓഫ് ഗ്രീൻ എഞ്ചിനീയറിംഗ്. അതുപോലെ പ്രിൻസിപ്പിൾ 10 ഡിസൈൻ ഓഫ് പ്രൊഡക്ട്സ് പ്രോസസ് ആൻഡ് സിസ്റ്റംസ് മസ്റ്റ് ഇൻക്ലൂഡ് ഇൻ്റഗ്രേഷൻ ഇൻ്റർകണക്ടിവിറ്റി വിത്ത് അവൈലബിൾ എനർജി ആൻഡ് മെറ്റീരിയൽസ് ഫ്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയും പറഞ്ഞൊരു സസ്റ്റൈനബിളിനകത്തൊക്കെ വേറെ മൊഡ്യൂളിലും പറഞ്ഞാണ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് വേറെ മെറ്റീരിയൽ റോ മെറ്റീരിയൽ വരുന്ന കേസ്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു ഇൻ്റഗ്രേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്രോസസ്സ്, പല പ്രോസസ്സ് തമ്മിലൊരു കണക്ഷനും കണക്ടിവിറ്റിയും വരിക. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ എനർജി ആൻഡ് മെറ്റീരിയൽ ഫ്ലോ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എക്കണോമിക്കലായിട്ട് മാറ്റാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ ഫൈനൽ പ്രൊഡക്ട്സ് ഈ പറഞ്ഞ പോലെ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ആ രീതിയിൽ വേസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വേസ്റ്റ് എനർജി ക്യാപ്ചറൊക്കെ കുറവായിരിക്കും. ഓക്കെ, ഇനിയിപ്പം പ്രിൻസിപ്പിൾ 11 പ്രൊഡക്ട്സ് പ്രോസസ് ആൻഡ് സിസ്റ്റംസ് ഷുഡ് ബി ഡിസൈൻഡ് ഫോർ പെർഫോമൻസ് ഇൻ എ കൊമേഴ്ഷ്യൽ ആഫ്റ്റർ ലൈഫ്. എല്ലാ പ്രൊഡക്റ്റിനും ഒരു കൊമേഴ്ഷ്യൽ ലൈഫ് സ്പാൻ ഉണ്ട്.
ആ ലൈഫ് സ്പാൻ കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ മെറ്റീരിയലിനെ പറ്റുമെങ്കിൽ റീസൈക്കിൾ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുക. അതാകുമ്പോൾ പിന്നെ ഈ പറഞ്ഞ അവരുടെ ലൈഫ് സ്പാൻ കഴിയുമ്പോഴത്തേനും നമുക്ക് വേറെ എന്തിനെങ്കിലും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, വെറുതെ ഡിസ്കാർഡ് ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രിൻസിപ്പിൾ 11. അതുപോലെ ലാസ്റ്റ് പ്രിൻസിപ്പിൾ 12 പറയുന്നത് മെറ്റീരിയൽ ആൻഡ് എനർജി ഇൻപുട്സ് ഷുഡ് ബി റിന്യൂവബിൾ റാദർ ദാൻ ഡിപ്ലീറ്റിംഗ്. നമ്മൾ കൊടുക്കുന്ന എനർജി ഇൻപുട്സും മെറ്റീരിയൽസും എപ്പോഴും റിന്യൂവബിൾ, അതായത് നമുക്ക് എൻ നമ്പർ ഓഫ് ഉണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബേസിക് ഡെഫിനേഷൻ, അത് വരും തലമുറയ്ക്കും ഈ പറഞ്ഞ മെറ്റീരിയൽസും അല്ലെങ്കിൽ എനർജി ഇൻപുട്സും യൂസ് ചെയ്യാൻ പറ്റും. ഡിപ്ലീറ്റ് ചെയ്യുന്ന സോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങ് തീർന്നു പോവാണ്, പിന്നെ നമുക്ക് വരുന്ന ജനറേഷന് അത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ രീതിയിലൂടെ നമ്മൾ ചിന്തിക്കണം. The materials and energy inputs we use should be renewable rather than depleting. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനകത്ത് വരുന്ന പോയിന്റ്സ്. അപ്പോൾ ഇത് പ്രത്യേകം ടോപ്പിക്കായിട്ട് ഈ പറഞ്ഞ കൺസെപ്റ്റ്സ് അല്ലെ പ്രിൻസിപ്പിൾസ് പ്രത്യേകം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി നമുക്ക് മൊഡ്യൂളിലെ ബാക്കി ടോപ്പിക്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ.